ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവല്ലേ ഫ്രൈ ചെയ്യുന്നത്? അല്ല എങ്കിൽ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ചെയ്യാറുള്ളത് ഇവിടെ കാണിക്കാം. ഞാൻ ഈ കോളിഫ്ലവറിനെ ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചൂടുവെള്ളത്തിലിടണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ: മഞ്ഞൾപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ, പിന്നെ വേണ്ടത് തൈര്, ചില്ലി ചിക്കൻ മസാല. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചില്ലി ചിക്കൻ മസാലയാണ് എടുത്തിരിക്കുന്നത്. ചില്ലി ചിക്കൻ മസാല ആഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ മുളക് പൊടി സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ചാണ്. മുളക് പൊടി വേണ്ടവർക്ക് അതും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ചേരുവകളെല്ലാം ചേർത്ത് നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. കോളിഫ്ലവർ ഞാൻ കഴുകിയതായി ഇതുപോലെ എടുത്ത് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചേരുവകളുടെ കൂടെ കടലമാവും കൂടി ചേർക്കുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയതാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുതേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതാ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ സെറ്റായി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ അവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. താങ്ക് യു.